വാട്സ്ആപ്പ് യൂട്യൂബ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ക്വാറൻറ്റൈൻ ടൈമിലുള്ള ഒരു ബൈക്കിൻ്റെ മെയിൻ്റനൻസ് ആണ്. അപ്പം ഇനി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ. അപ്പം വീഡിയോയിലേക്ക് നേരെ കിടക്കാം. ഓഫ് കോഴ്സ് ഞാൻ ഈ വീഡിയോ ഒരു വോയിസ് ഓവറായി ചെയ്യാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു താല്പര്യവും ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിനകത്തിരിക്കുക. ഈ ഒരു 21 ദിവസത്തേക്ക് മാത്രം നിങ്ങളൊന്ന് വീട്ടിനകത്തിരിക്കുക. ഇപ്പോൾ വീട്ടിലിരുന്ന പിന്നെ ബാക്കി ജീവിതകാലം മുഴുവൻ നമുക്ക് പുറത്ത് അടിച്ചു പൊളിച്ച് നടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബൈക്കിൻ്റെ ബാറ്ററിയാണ്. നമുക്ക് ഒരുവിധ ആൾക്കാർക്കൊന്നും ഒരു പക്ഷേ ബാറ്ററി എങ്ങനെ ഊരേണ്ടതെന്നോ ഡിസ്കണക്ട് ചെയ്യേണ്ടതെന്നോ അത് എവിടെയാണെന്ന് പോലും അറിയുന്നുണ്ടാവില്ല. അതൊന്നും ഇവിടെ ഒരു പ്രസക്തിയുള്ള ഒരു കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് ഒരു 21 ദിവസം വണ്ടി നിർത്തിയിടുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം കൂടുമ്പം വണ്ടി ഒന്ന് വാം ചെയ്യാൻ ഓണാക്കി വയ്ക്കുക. അതായത് വണ്ടിയുടെ കീ ഓണാക്കി വെച്ചതിന് ശേഷം വണ്ടി ഒന്ന് ഓണാക്കി 5 മിനിറ്റ് നേരം ഓണാക്കിയിടുക. അത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ബാറ്ററി ഒരു ഡിസ്ചാർജ് സൈക്കിളിലേക്ക് കയറി തുടങ്ങും. ഇത് ബാറ്ററീൻ്റെ ലീഡ്സ് കൊറോഡായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ബാറ്ററിയിലേക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയും സഹായിക്കും. ഇനി അടുത്തൊരു സംഭവമാണ് നമ്മുടെ വണ്ടിയുടെ ടയർ. അപ്പോൾ വണ്ടിക്ക് സെൻട്രൽ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെൻട്രൽ സ്റ്റാൻഡിൽ തന്നെ ഇടുക. അതല്ല നിങ്ങളുടെ കയ്യിൽ പാഡോക്ക് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതിലിട്ട് വയ്ക്കുക. ഇനി ഇതിപ്പോൾ രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെപ്പോലത്തെ ഒരാളാണ്, വണ്ടിയുടെ സൈഡ് സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എത്ര മാത്രമേ ഉള്ളൂ. ഒരുപാട് കാലം ഒരു വണ്ടി ഒരേ പൊസിഷനിൽ നിർത്തിക്കഴിഞ്ഞാൽ ടയറിന് ഫ്ലാറ്റ് സ്പോട്ട്സ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാകും. അതായത് ടയർ പതുക്കെ കോൺടാക്ട് പാച്ചിൻ്റെ അവിടെയായിട്ട് ചെറിയ ചെറിയ മുറിവുകളോ അല്ലെങ്കിൽ പൊട്ടലുകളോ കാണും. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അതും ഒരു 2-3 ദിവസം കൂടുമ്പോൾ വണ്ടി ഒന്ന് മുന്നോട്ടേക്കോ പിന്നോട്ടേക്കോ തള്ളി നിൽക്കുക. എപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ വണ്ടിയുടെ ടയർ പ്രഷർ കൊടുക്കാതെ നോക്കിയാൽ മതി. പിന്നെ വല്ലാതെ കുറവാണ് എയർ എന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടിയുടെ ടയറിൻ്റെ എയർ ഒന്ന് ടോപ്പപ്പ് ചെയ്യുക. അതൊരു പക്ഷേ ഇപ്പം നിങ്ങൾ വീട്ടിലേക്ക് സാധനം വാങ്ങാൻ പോകുന്ന സമയത്ത് പെട്രോൾ പമ്പ് കയറി ടോപ്പപ്പ് ചെയ്താലും മതി. ഇതിനു വേണ്ടി മാത്രമായിട്ട് പുറത്തിറങ്ങണം എന്ന് ഞാൻ പറയുന്നില്ല. ഇനി അടുത്ത് നോക്കേണ്ട നമ്മുടെ കാര്യമാണ് വണ്ടിയുടെ എൻജിൻ. വണ്ടിയുടെ എൻജിൻ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മുൻപത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു കോൾഡ് എൻജിനാണ് ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ ശത്രു എന്ന്. ഈ കോൾഡ് എൻജിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാതെ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ എൻജിൻ ഓയിലിനകത്ത് ക്ലോഗിങ് വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം കൂടുമ്പോൾ ഈ വണ്ടി ഒന്ന് ഓണാക്കി വയ്ക്കുക. ഒരു 5 മിനിറ്റ് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഓണാക്കി വയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ കൺസോളിൽ കാണുന്ന ഹീറ്റ് ലെവൽ ഇൻഡിക്കേറ്റർ നോർമലായിട്ടുള്ള റീഡിംഗ് വരെ വരുന്നുണ്ടോ നോക്കുക. അത് സാധാരണയായിട്ട് ഒരു 50% മാർക്ക് വരെയാണ് എത്താറ്. അത് അവിടെ വരെ എത്തുന്നുണ്ടോ എന്ന് നോക്കുക. അത് മാത്രം ചെയ്താൽ മതി. പിന്നെ ഈ പ്രോസസ്സിനിടയിൽ നിങ്ങൾ അനാവശ്യമായിട്ട് വണ്ടി റവ് ചെയ്യാനൊന്നും നിൽക്കരുത്. ഞാൻ പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. വണ്ടി പെട്ടെന്ന് റവ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പെട്ടെന്ന് ചൂടാവുന്നത്. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. വണ്ടി റവ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ചൂടാവും. പക്ഷേ ഒരു കോൾഡ് എൻജിൻ ഒരിക്കലും റവ് ചെയ്യരുത്. അത് ജസ്റ്റ് ഓൺ ആക്കിയിട്ടാൽ മതി. 5 മിനിറ്റ് ഓൺ ആക്കിയിടുക. നിങ്ങളൊരു ചായ കുടിച്ച് തീരുന്ന സമയം കൊണ്ട് തന്നെ വണ്ടി ചൂടായിട്ടുണ്ടാവും. ഇനി നമുക്ക് നോക്കേണ്ടത് വണ്ടീൻ്റെ എക്സ്റ്റീരിയർ ആയിട്ടുള്ള വൃത്തിയും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നല്ല സമയമുണ്ട്. വണ്ടി നല്ല കുട്ടപ്പനാക്കാൻ പറ്റിയ സമയം. വണ്ടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ഹൗ ടു മേക്ക് യുവർ ബൈക്ക് കുട്ടപ്പൻ എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതിന് ശേഷം കാണാവുന്നതാണ്. ഇനി വണ്ടി നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അനങ്ങാത്തതുകൊണ്ട് സാധാരണയായിട്ട് നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. വണ്ടി ക്ലീൻ ചെയ്തതിന് ശേഷം വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന സമയത്ത് അതിനകത്തുള്ള എക്സസ് വാട്ടർ എല്ലാം പോകും. ഇത്തവണ നിങ്ങൾ വണ്ടി നിർത്തിയിടുന്നതുകൊണ്ട് ആ എക്സസ് വാട്ടർ അങ്ങനെ പോവില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വണ്ടി തുടച്ച് വൃത്തിയാക്കാം. ഇനി വല്ല പോളിഷോ അല്ലെങ്കിൽ കോസ്മെറ്റിക് ആയിട്ടുള്ള മറ്റു പല കാര്യങ്ങളോ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ അപ്ലൈ ചെയ്യാം. കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് മേക്കപ്പ് ചെയ്ത് ഓവർ ചളമാക്കാതിരുന്നാൽ മതി. ഇനി നിങ്ങൾക്ക് ചെയിൻ ലൂപ്പ് ചെയ്യണമെന്ന് ചെയിൻ കണ്ടിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. അതിനുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ ചെയിൻ ക്ലീനറോ ചെയിൻ ലൂബ്രിക്കൻ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരേ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിൻ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുക. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പക്ഷേ കിണറ്റിലെ വെള്ളമോ ബോറിലെ വെള്ളമൊക്കെ എടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ കോർപ്പറേഷൻ വെള്ളം വരെ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ വണ്ടി കഴുകിയിട്ടുണ്ടാവുക. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എക്സസീവായിട്ട് മിനറൽസ് ഉണ്ടാവും ഈ വെള്ളത്തിനകത്ത്. ഈ മിനറൽസ് നമ്മുടെ ചെയിൻ്റെ മുകളിൽ തട്ടി ചെയിൻ റസ്റ്റ് ആവും. നിങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ പോലും ചെയിൻ പെട്ടെന്ന് തന്നെ റെസ്റ്റായി പോകുന്നൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് വണ്ടിയുടെ ചെയിൻ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുക ഈ ഒരു ക്ലീനിങ് പ്രോസസ്സിന് ശേഷം. ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് വണ്ടി വെറുതെ വെക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂൽ ടാങ്കിനകത്ത് വരുന്ന റസ്റ്റിംഗ് ഇഷ്യൂ. ഇത് പരിഹരിക്കാൻ പല മെത്തേഡുകളുണ്ട്. പക്ഷേ ഈസി ആയിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ആവശ്യത്തിന് മാത്രം പുറത്തു പോകുന്ന സമയത്ത് വണ്ടീനകത്ത് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുക. ഇതാരെയും പാനിക് ബൈ ചെയ്യാൻ വേണ്ടി പറയുന്നൊന്നുമല്ല. എന്നാലും നിങ്ങളുടെ വണ്ടിക്ക് അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിടുക. ഇതിൻ്റെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുമ്പോൾ വണ്ടീൻ്റെ ടാങ്കിനകത്തുള്ള എയറിൻ്റെ എമൗണ്ട് നമ്മൾ വളരെ കുറയ്ക്കും. എയർ കുറയുമ്പം ഇതിനകത്തുള്ള റിയാക്ഷൻസും കുറയും, റസ്റ്റിങ്ങും കുറയും. അങ്ങനെയാണ് ടാങ്കിനകത്തുള്ള റസ്റ്റിംഗ് ഇഷ്യൂ നമ്മൾ കുറയ്ക്കുന്നത്. ഇനി ഏറ്റവും അവസാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നന്നായിട്ട് കവർ ചെയ്ത് വയ്ക്കുക എന്നാണ്.
അത് നിങ്ങൾ പൊതുവേ ഇപ്പം നിങ്ങളുടെ കയ്യിൽ നല്ലൊരു സിന്തറ്റിക് മെറ്റീരിയൽ കൊണ്ടുള്ളൊരു ബൈക്ക് കവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അതല്ല ഒരു ടാർപോളിൻ പോലത്തെ ഒരു ഷീറ്റ് ഉണ്ടെങ്കിലും യൂസ് ചെയ്യാം. ഒരു രീതിയിലും കോട്ടൺ ക്ലോത്തോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു സാരി എടുത്ത് മൂടി വയ്ക്കാം, അങ്ങനെ ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലോത്തുകൾ, നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോത്തുകളെല്ലാം തന്നെ മോയ്സ്ചർ അബ്സോർബ് ചെയ്യും. ഈ അബ്സോർബ് ചെയ്ത മോയ്സ്ചറൊക്കെ തന്നെ നിങ്ങളുടെ വണ്ടീൻ്റെ മേലെയുള്ള മെറ്റാലിക് പാർട്ടുമായിട്ടാണ് പിന്നെ റിയാക്ട് ചെയ്ത് റസ്റ്റിംഗ് ഉണ്ടാവുക, തുരുമ്പ് പിടിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് ടാർപോളിൻ പോലത്തെ ഒരു സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് മൂടി വയ്ക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ വണ്ടിയുടെ പ്രോപ്പർ കവർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വണ്ടി നിർത്തിയിടുമ്പോൾ വെയിലും മഴയൊന്നും കൊള്ളാത്ത രീതിയിലൊരു സ്ഥലത്ത് നിർത്തിയിടാൻ നോക്കുക. അതിപ്പോൾ ഒരു പ്രോപ്പർ പാർക്കിംഗ് സ്പോട്ട് തന്നെ വേണമെന്നൊന്നുമില്ല. ഒന്നെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും ഒരു ചായ്പിലോ അതല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിലോ പ്രോപ്പറായിട്ട് നിർത്തിയിട്ടാലും മതി. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോ. നിങ്ങളെല്ലാവരും വീടിനകത്ത് സേഫായിട്ട് തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ആയെങ്കിൽ show some love in the form of likes and comments. See you in the next video. Until then, bye bye.